ഹലോ, അപ്പൊ നമ്മുടെ കുഞ്ഞു യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് സത്യമംഗലം ഹിൽസ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന മലയാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിമ്പെന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോ നമ്മളെ വീരപ്പന്റെ നാടാണ്. അപ്പൊ ഇപ്പൊ സമയം നമ്മള് 12:10 ഉച്ചയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അല്ലൂസിന്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അല്ലൂസ് ചായ കുടിച്ചിട്ട് ബാങ്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഈ ഹിൽസ് ഇവിടെ നിന്ന് കയറണേ? എന്തായാലും ഒരു 18-20 ബെൻഡ് വലിയ വളവുകളാണ് കേട്ടോ. ഹെയർ പിന്നിന്റെ ഒക്കെ വലിയതാണ്. ഒന്ന് കേറി നോക്കാം. നമ്മളിവിടെ ഫോറസ്റ്റുകാരോട് ചോദിച്ചു കേട്ടോ, അവിടെ ഇറങ്ങാൻ പറ്റുമോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഡേഞ്ചർ ആണ്, ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. നമ്മള് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കട്ടെ, ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇറങ്ങണ്ട. അപ്പൊ പിന്നെ നമ്മള് റിസ്ക് എടുത്തില്ല. സൺഡേ ആയതുകൊണ്ട് ഇവര് ഇത് ക്ലീൻ ആക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. NSSന്റെ ടീമുകളൊക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരും ഉണ്ട് കേട്ടോ. നമ്മള് രണ്ടാമത്തെ ടോട്ടൽ 27 എയർപിൻ ബെൻഡ് ഉണ്ട് കേട്ടോ. അതിലിപ്പോ നമ്മള് രണ്ടാമത്തെയാണ് കയറുന്നത്. 27 എയർപിൻ ബെൻഡ് കിടക്കുന്നത്, അതായത് 9 കിലോമീറ്റർ അത്രയും ഇതുണ്ട്, കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ എൻഡാണ് ലൈക്ക് അതിപ്പോ തിമ്പം. എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യത്തെ പോരുമ്പോ നമ്മള് കരടിനെ കണ്ടില്ലേ? രാവിലെ ആയതുകൊണ്ട് കരടിനെ കണ്ടിട്ടോ. ഈ തള്ളാണെന്ന് വിചാരിക്കണ്ട, സത്യമായിട്ടും കണ്ടതാണ് കേട്ടോ. ഇത് തമിഴ്നാട് കർണാടക. തിപ്പെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പെട്ടതാണ് അല്ലേ? അവിടുന്ന് അങ്ങോട്ട് പിന്നെ കർണാടകയാണ്. ഓ, തമിഴ്നാടിന് കർണാടകയ്ക്ക് ബോർഡർ ആണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. എന്തൊക്കെ തമിഴ് എഴുതിയിട്ടുണ്ടെങ്കിൽ തമിഴ് ആവുകൊണ്ട് അറിയിക്കാം. ഫസ്റ്റ് ഇയറിൽ കയറണം എന്നാണ് പറയുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളെ മേലത്തെ ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റൂട്ടോ. സൂക്ഷിച്ച്, നമ്മളെ ക്യാമറ അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. കണ്ടോ, നല്ല മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല. ബാക്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനേ. കണ്ടോ, പക്ഷെ നമ്മൾ ഈ ലോറിക്കാര് ശല്യം ചെയ്തിട്ട് ഒന്നിനും പറ്റില്ല കേട്ടോ. നമ്മൾ എത്ര സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നതെന്ന് അറിയാം. അപ്പോഴും അവര് പിന്നിൽ വന്ന് ഹോൺ അടിച്ചിട്ട് ശല്യം. കണ്ടോ, ഈ സൈഡൊക്കെ കണ്ടോ. നമ്മൾ 7ാമത്തെ പിൻബെൻഡ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കണ്ട കേട്ടോ. നിങ്ങൾ ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. താഴത്തേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. കുറെ നേരം നിർത്താൻ പറ്റില്ല, നല്ല രസമുണ്ട് കേട്ടോ കാണാന്. അപ്പൊ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ 17ാമത്തെ ഹെയർപിൻ ബെൻഡ് ആണ് കേട്ടോ കയറുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാല് പൊതുവേ ഈ ഹിൽസൊക്കെ കയറുന്ന ഭയങ്കര പേടിയാട്ടോ. ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കാൻ മാത്രം കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ. ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ കയറാൻ പറ്റിയ ഹിൽസ് ആണ് സത്യമംഗലം അല്ലെ? സത്യമംഗലാണെന്ന് തോന്നുന്നുണ്ട്. സത്യമംഗലം ഹിൽസ് കാണുമ്പോ ഭയങ്കരമായിട്ട് ചില മരങ്ങളൊക്കെ ഉണങ്ങിയ പോലെ ഉണ്ടില്ലേക്കാ. ഇവിടെ കുരങ്ങന്മാരെ ശല്യം ഭയങ്കരാണ്. മങ്കീസ് ഇഷ്ടം പോലെ അല്ലെ? അവര് ഈ റോഡിന്റെ സൈഡിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണ കാണാം. വണ്ടികളൊക്കെ കാണുമ്പോ അവര് അപ്പൊ ഇങ്ങനെ കഴിക്കാൻ ഫുഡ് കൊടുക്കുന്നോണ്ടായിരിക്കില്ലേ? പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കരുത് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴൊന്നും അത് നമുക്ക് പറ്റിക്കോളന്നില്ലല്ലോ. അതിതാവും. ആനകളും ഉണ്ടാവില്ലേക്കാ? ആനയാണ് കൂടുതൽ. നമ്മളിപ്പോ ഏകദേശം ഹൈറ്റിൽ എത്തി കേട്ടോ. ഇല്ലേക്കാ നമ്മളൊരു 20ന്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടാവും അല്ലേ? ഹെയർ പിൻ ബെൻഡ് 20ന്റെ മുകളിലായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ഹെയർ പിൻ ബെൻഡിന്റെ ഇത് നോക്കാം. അപ്പൊ അറിയാൻ പറ്റും കറക്റ്റ് എത്രാമത്തേനാന്നുള്ളത്.
21 21. അത്യാവശ്യം ഹൈറ്റ് ആയിട്ടോ, നമ്മൾ അത്യാവശ്യം ഹൈറ്റിലെത്തി. ഇപ്പൊ നമ്മള് നല്ല ഏറ്റവും വലിയ മലയുടെ മുഖത്താണ് ഉള്ളത്. അയ്യോ, ഇങ്ങോട്ട് താഴത്തേക്ക് നോക്കുമ്പോ ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ. റോഡ് സൈഡിൽ കണ്ടോ കുരങ്ങന്മാര് നിക്കണു. ഈ വണ്ടിക്കാരെ നോക്കി നിക്കണേ, നല്ല ഫുഡൊക്കെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിട്ടോ. ലാസ്റ്റ് ബെൻഡാണിത്, 27 ബെൻഡ്. 27ാമത്തെ ബെൻഡ് നമ്മൾ അങ്ങനെ കേറി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഹിൽസിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് നിക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും താഴത്തേക്ക് നോക്കുമ്പോ നല്ല പേടി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പേടിട്ടോ? നിങ്ങൾക്ക് പേടിയില്ല. ഇങ്ങനെ വണ്ടിയിൽ ഓടിയുന്ന ആളല്ലേ, അതൊന്നും നിങ്ങൾക്ക് വലിയ പേടിയില്ല. അങ്ങനെ നമ്മള് ഹിൽസിന്റെ ടോപ്പിൽ എത്തിട്ടോ. 27 ബെൻഡും കഴിഞ്ഞു. ഇപ്പൊ താഴത്തേക്ക് നോക്കുമ്പോ ശരിക്കും ഭയങ്കര ഡേഞ്ചർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ നോക്കട്ടെ, വണ്ടി നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് ഞാൻ അതിന്റെ താഴത്തെ വ്യൂ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റില്ല, ഒരു ചെറിയ റോഡല്ലേ. അപ്പൊ നമുക്ക് നോക്കട്ടെ, നിർത്താൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് ഞാൻ നിർത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ദിമ്പ റീച്ച് ആയിട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ നിന്നിട്ട്, അതായത് ഹിൽസിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തി. അപ്പൊ നിന്നിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര പേടിയാണ് കേട്ടോ. നല്ല കാറ്റ്, അതായത് വെയിലാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സ്ഥലം കേട്ടോ. ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളത്. പക്ഷെ ഇതിനേക്കാൾ വ്യൂ ഉണ്ടായിരുന്നു കുറച്ചും കൂടി ബാക്കിലോട്ട് പോയാലും നമുക്ക് വ്യൂ കിട്ടും. പക്ഷെ അവിടെ വണ്ടി നിർത്താനും ഒന്നിനും പറ്റില്ല. അപ്പൊ നമ്മളങ്ങനെ ദിമ്പ എത്തി. ഇതവിടെ കാണുന്നുണ്ട് ബോർഡ്, ദിമ്പ എന്നുള്ള ബോർഡ് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണത്. അപ്പൊ നമുക്ക് ഉള്ളേരിയയിൽ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉള്ളേരിയക്ക് പോകുന്നതായിരിക്കും കേട്ടോ. വണ്ടിയിട്ട് വണ്ടി നിർത്തിയതായിരുന്നു. ഇതാണ് ദിമ്പം. കണ്ട ഈ കാണുന്ന ബോർഡ് ദിമ്പം. ഇതാണ് ദിമ്പം എന്ന് പറയുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിലേക്ക് എന്താ എഴുതിയിട്ടുള്ളത്? 1 കിലോമീറ്റർ. നമ്മൾ ഇങ്ങനെ ഇത് സ്ട്രൈറ്റ് ആണ് പോവേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാട്ടോ. എന്താ സംഭവം ഇവിടെ എന്താ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് ഉള്ളാട്ടോ, ഉള്ളേരിയാണ്. കാടിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് ടൈം ആട്ടാ പോകുന്നത്. നമുക്ക് അറിയില്ല അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. അതാണ് ഇത് എഴുതിയിട്ടുണ്ട്. തമിഴായതുകൊണ്ട് എനിക്കറിയില്ല. മുന്നിൽ പോകുന്ന ആവിലൂടെ നമ്മൾ സംസാരിച്ചിട്ട് അത് എന്താ സംഭവം എന്ന് ചോദിച്ചാല്, അപ്പൊ ഇത് 80 കിലോമീറ്റർ ഇങ്ങനെ റോഡുണ്ട്. എന്താണ് ഈ സ്ഥലത്തിന് പേര് പറഞ്ഞത്? കൊല്ലേങ്കലോ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവിടുന്ന് കൊണ്ട് ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു ഗ്രാമം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് 80 കിലോമീറ്റർ 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ കർണാടകയായി അല്ലേ? കർണാടകയായി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതായത് ഇതേ സെയിം റോഡ്, ഇത് 2 സൈഡും ഫോറസ്റ്റ് ഉണ്ട്, ഇങ്ങനെ റോഡ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫോറസ്റ്റ് ഏരിയ എന്നും ഇവിടെ ഇതും ചെയ്തിട്ടുണ്ട്, ബോർഡുണ്ട് ഫോറസ്റ്റ് ഏരിയ. ആനയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നല്ല ഫോറസ്റ്റ് ഉണ്ട്, 2 സൈഡും റോഡുണ്ട്. ചെറിയൊരു ഗ്രാമുണ്ട് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ 2 സൈഡും നല്ല കരിമ്പിന്റെ കൃഷി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ മൃഗങ്ങളെ ശല്യം ഉള്ളത് കൊണ്ടാണ്, വന്യമൃഗങ്ങളെ ശല്യം ഉള്ളത് കൊണ്ടാണ് തോന്നിട്ട് കറണ്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ അപ്പൊ നമ്മള് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നമ്മൾ ഒരുപാട് ലാഗ് ആവണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് 2ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ടും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഓക്കെ.